പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയം ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും തർക്കങ്ങൾ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു തർക്കമില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം പാലക്കാട് നഗരസഭയിൽ മറ്റ് രണ്ട് മുന്നണികളെ പോലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി സമയമാകുന്ന സമയത്ത് പ്രഖ്യാപിക്കും. ഞങ്ങൾ വലിയ ശുഭപ്രതീക്ഷയിലാണ്, ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 30 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ച ഈ നഗരസഭയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളും പാലക്കാട്ടിലെ ജനങ്ങൾക്കറിയാം. ഞാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ വെല്ലുവിളിക്കുക. 30 വർഷം അവരുടെ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്രം ഭരിക്കുന്ന സമയത്തും പാലക്കാട് നഗരസഭ അവർ ഭരിക്കുന്ന സമയത്തും കൊണ്ടുവന്ന കേന്ദ്ര ഫണ്ടുകളെ സംബന്ധിച്ച് അവർ കണക്ക് പറയട്ടെ. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ പാലക്കാട് നഗരത്തിൽ കൊണ്ടുവന്ന കേന്ദ്ര ഫണ്ട്, വികസന പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുവന്ന കേന്ദ്ര ഫണ്ടിൻ്റെ കണക്ക് ഞങ്ങളും വെക്കാം. അതിൽ നിന്ന് നമുക്ക് വിലയിരുത്താം പാലക്കാട്ടിലെ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നു. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് യാതൊരു കൺഫ്യൂഷൻ ഇല്ല. സമയമാവുന്ന സമയത്ത് 21-ാം തീയതി വരെ നോമിനേഷൻ്റെ സമയമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഗ്രൗണ്ട് ക്ലിയറാണ്. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അടുത്ത നിമിഷം തൊട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് സമ്പർക്കം നടത്താനും പ്രവർത്തനം നടത്താനുള്ള എല്ലാവിധ സംവിധാനവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് മുന്നണികളെ പോലെ സ്ഥാനാർത്ഥിയെ കിട്ടിയാലേ പ്രവർത്തനം നടക്കുള്ളൂ എന്നുള്ള ആശങ്കയൊന്നും BJPയെ സംബന്ധിച്ചോളം പാലക്കാടില്ല. മറ്റൊന്ന്, ഈ മുൻ ചെയർപേഴ്സൺ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അവര്. അല്ല, അവരെന്നെ ചില മാധ്യമങ്ങളോട് അവരെന്നെ ക്ലിയർ ചെയ്തുവല്ലോ. അവര് ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ച സമയത്തും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഒക്കെ നിങ്ങളെല്ലാം പോയിട്ട് പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയല്ലോ. അവര് ഉറച്ച RSSന്റെ ആശയത്തിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ്. അവർ ഇന്നലെയും വ്യക്തമാക്കിയിട്ടുണ്ട്, ഞാൻ ഈ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകും. പിന്നെ എല്ലാ ആളുകൾക്കും പൊതുരംഗത്ത് വരുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. നിരവധി ആളുകൾ ആത്മകഥകൾ എഴുതുന്ന സമയത്ത് പല കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. അതുപോലെ അവരുടെ 5 വർഷം അവർ നല്ലൊരു വിദ്യാഭ്യാസമുള്ള, BJPയെ സംബന്ധിച്ചോളം ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ച ഒരു ചെയർപേഴ്സണാണ്. അവർക്ക് ചെയർപേഴ്സൺ സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത പലതും പല ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാവും. അത് പൊതുരംഗത്തുള്ള എല്ലാവർക്കും ഉണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കൂ, അദ്ദേഹത്തിനും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവർ ഫേസ്ബുക്കിൽ പങ്കുവെച്ചു. അത് പാർട്ടിക്കാരുടെ നിന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈ ഒന്നിനും കൊള്ളാത്തവരാക്കി ഇറക്കി വിട്ടു എന്നുള്ളൊരു ഫേസ്ബുക്കിൽ അത്തരത്തിലുള്ള കമന്റുകളൊക്കെ. പ്രിയ അജയൻ BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. കഴിഞ്ഞ ടേമില് ചെയർപേഴ്സൺ സ്ഥാനത്ത് മാറിയ ശേഷം അവർ BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് എന്നോടൊപ്പം സജീവമായിട്ട് പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. കുടുംബയോഗങ്ങളിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. അവർ പാർട്ടി നിശ്ചയിച്ച പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. അവർ പാർട്ടിയിൽ സജീവമാവുന്നതിന് മുമ്പ് തന്നെ അവർ ബിസിനസ് രംഗത്താണ്, അവരുടെ ഫാമിലി ബിസിനസ് രംഗത്താണ്. ആ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം. അതുകൊണ്ട് ആ രംഗത്തേക്ക് അവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് മാറിയെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു കൂടെ നിൽക്കുന്നവർ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ആളുകളാണെന്ന് മനസ്സിലാക്കിയെന്ന് ആ പോസ്റ്റിൽ പറയുമ്പോൾ അത് വളരെ എവിഡന്റ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ഇവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്, എല്ലാവർക്കും പരസ്പരം വിശ്വസിക്കാൻ പറ്റുമോ? അത് എല്ലാ രംഗത്തും അങ്ങനെയാണ്. മാധ്യമ രംഗത്തും മാത്രമല്ല, പൊതുരംഗത്തും വ്യക്തിപരമായിട്ടും ഒക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അവരൊരു ഫേസ്ബുക്കിൽ ഏതെങ്കിലും വ്യക്തിയെ എടുത്ത് പറഞ്ഞോ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് പറഞ്ഞോ, എന്റെ സ്വന്തം പാർട്ടി പ്രവർത്തകരാണെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. പാർട്ടിക്കാർ മാത്രമല്ലല്ലോ. പ്രിയ അജയനെ സംബന്ധിച്ചുള്ള അവർ വെറും പാർട്ടിക്കാരായിട്ട് മാത്രം ബന്ധമുള്ള ആളായിരുന്നു. നഗരസഭാ ഓഫീസ് സ്റ്റാഫുമായിട്ട് അവരുണ്ടായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ നഗരസഭാ ഓഫീസിലെ ജീവനക്കാരെ സംബന്ധിച്ച് പറയാലോ. നഗരസഭയില് അവര് പൊതുരംഗത്തുള്ള ആളുകളാണ്. അവര് പൊതുരംഗത്ത് ഭാരതീയ ജനതാ പാർട്ടി അല്ലാത്ത ആളുകളോട് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവും. അത്തരം ആളുകളുടെ നിന്നുള്ള ഇതാണെങ്കിലും അപ്പോ അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കട്ടെ. 100% BJPയുടെ ഏത് ചെയർപേഴ്സൺ വന്നാലും, ഞാൻ നഗരസഭാ വൈസ് ചെയർമാനായിരുന്നു 5 കൊല്ലം. BJPയുടെ 24 കൗൺസിലർമാരെ വെച്ചിട്ട് ഞങ്ങൾ 5 കൊല്ലം പൂർത്തിയാക്കണമെങ്കിൽ ഞങ്ങളുടെ 24 പേര് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണല്ലോ. അപ്പുറത്ത് 28 ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളെ വീഴ്ത്താൻ കഴിഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാ ഞങ്ങൾ ഒറ്റക്കെട്ടാ? അവര് വരുത്തിയിട്ടുണ്ടല്ലോ. ചില ചാനലുകൾ അവരോടത്ത് അതിനുശേഷം ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടല്ലോ. ചില ചാനലുകൾ അവരുമായിട്ട് അതിനുശേഷം ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. ഞാൻ കണ്ടിരുന്നു. ചില ചാനലുകൾ, ഞാൻ അത് ഏത് ചാനലെന്ന് ഓർക്കുന്നില്ല, ചില ചാനലുകൾ അതിനുശേഷം അവരെ കണ്ടിട്ടുണ്ട്, അവർ വ്യക്തത വരുത്തിയിട്ടുണ്ട്.
അവർ പാർട്ടിയോടൊപ്പം തന്നെയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് വരുത്തിയിട്ട് ഇതിൽ തന്നെ ഇവിടെ നിൽക്കുന്ന ഞാൻ ചാനലിന്റെ പേരെടുത്ത് പറയും. അല്ല, അപ്പൊ അവർ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. ഞാൻ എന്താ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്? അല്ലല്ലോ, രാഷ്ട്രീയ ഞാൻ ജീവിതം മത്സരിക്കില്ല. അവസാനിപ്പിക്കുമെന്നാണ് അത് ചില ആളുകൾക്ക് വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, അവര് വലിയൊരു ബിസിനസ് ഫാമിലിയിലത്തെ ഇന്ന് വന്ന പ്രവർത്തകയാണ്. അവരെ സംബന്ധിച്ചോളം അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അതിനായിട്ട് സമയം കാണണമെന്ന് കഴിഞ്ഞ ടേമിൽ തന്നെ പറഞ്ഞിരുന്നു. അവർ ആ ബിസിനസ് രംഗത്തേക്ക് മാറിയായിരിക്കും. അവരെ മണ്ണാടിയാർ ഹാൻഡിക്രാഫ്റ്റിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവരും ഞാൻ പറയാതെ അറിയാമല്ലോ. പാലക്കാടത്തെ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും വലിയ സ്ഥാപനമാണ്. അതിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് അവരാണ്. അതിനിടയിലാണ് അവർ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. അവർക്ക് ബിസിനസ്സിൽ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് അത് തിരിച്ചു വരും. അവര് നിങ്ങൾ എന്തെല്ലാം വളച്ചൊടിച്ചാലും പ്രിയ അജയൻ RSSന്റെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ആ ആശയത്തിന്റെ ആശയത്തോട് ചേർന്ന് നിന്ന ഒരാളോട് ഇത്തരത്തിലുള്ള സമീപനമായിരുന്നു വേണ്ടത്. RSSനെ അവർ പറഞ്ഞിട്ടുണ്ടോ, BJPയെ പറഞ്ഞിട്ടുണ്ടോ? അവര് ഞാൻ ചോദിക്കട്ടെ ഈ VD സതീശനെതിരെ സൈബർ ആക്രമണം ഉണ്ടായില്ല കോൺഗ്രസ്സുകാരുടെ? കോൺഗ്രസ്സുകാരുടെ പ്രവർത്തകരാണോ? സൈബർ ഇടത്തില് ഫേക്ക് ഐഡികൾ യഥേഷ്ടമല്ലേ? നിങ്ങൾ ആ വന്ന കമന്റുകളുടെ പിന്നാലെ ഒന്ന് പോയി നോക്ക്. ഏതെങ്കിലും ജെന്യൂനാണോ? എനിക്കെതിരായിട്ടൊക്കെ എത്രയോ കമന്റുകൾ വരും. ഞാൻ പലതും നോക്കി. ഞാൻ സൈബർ സെല്ലിൽ പരാതി കൊടുത്തു. അവർ പറയുന്നത് ഫേക്ക് ഐഡികളുടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഫേക്ക് ഐഡികളൊന്നും ഞങ്ങൾക്ക് മെറ്റീരിയൽ അറിയിക്കാനേ പറ്റുള്ളൂ. അതേ പറ്റുള്ളൂ. ഉറപ്പായിട്ടും പ്രിയ അജയനല്ല, ഏത് BJPയുടെ പ്രവർത്തകന് എതിരായിട്ടുള്ള ആക്രമണം ഉണ്ടായാലും അത് ശാരീരികമായിട്ടായാലും ശരി, സൈബർ ആക്രമണമായാലും ശരി, ഞങ്ങൾ ശക്തമായിട്ട് പ്രതിരോധിക്കും. 100%. പാർട്ടിയിൽ നിന്ന് അവർ രാജിവെക്കേണ്ടി വന്ന സാഹചര്യം എന്താ? അല്ലല്ല, അവര് അന്ന് നിങ്ങൾ അതിനുശേഷം മാധ്യമങ്ങൾ കണ്ടിരുന്നല്ലോ. അവര് പറഞ്ഞില്ല എന്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണെന്ന്. നിങ്ങൾ ആ കോലിട്ട് ഇളക്കിയിട്ട് ആർക്കെങ്കിലും ഒരു വാക്ക് അവരുടെ ഇത് കിട്ടിയോ? അതൊന്ന് മനസ്സിലായിക്കൂടെ? അവര് പാർട്ടിയോടുള്ള കമ്മിറ്റ്മെന്റും അവരുടെ ആശയത്തോടുള്ള കമ്മിറ്റ്മെന്റും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തിരിച്ച് എല്ലാ കാലത്തും ഉണ്ടാവും. ഇന്നലെ വോട്ടുകാവലെ ചർച്ചയിൽ കയ്യാങ്കളിയിൽ വരെ കാര്യങ്ങളെത്തി. എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, ആർഷോയുടെ പാരമ്പര്യത്തെ സംബന്ധിച്ച്, ആർഷോയുടെ പെരുമാറ്റത്തെ സംബന്ധിച്ചും സംസ്കാരത്തെ സംബന്ധിച്ചും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? സ്വന്തം ആശയത്തോട് അല്ലെങ്കിൽ ഈ ആദർശത്തോട് നിൽക്കുന്ന AISFന്റെ ഒരു സഹപ്രവർത്തകയോട് എന്താ പറഞ്ഞത്? തന്തയില്ലാത്ത കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരും. മാറി നിൽക്കടി, തന്തയില്ലാത്ത കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരും. ആ ആർഷോയിനെ വെള്ളപൂശാനായിട്ട് CPMന്റെ ജില്ലാ സെക്രട്ടറി എത്ര വെള്ളയടിച്ചാലും അത് വെള്ളപൂശലാവില്ല. പിന്നെ ആരാണ് ഗുണ്ട എന്നുള്ള പാലക്കാട്ടുകാർക്ക് അറിയാം. ആരാണ് ഗുണ്ടകളെ സംരക്ഷിക്കുന്നതെന്നും ആരാണ് ഇത്തരം മാഫിയകൾക്ക് പിന്നിലുള്ളതെന്നൊക്കെ പാലക്കാട്ടിലെ ജനങ്ങൾക്ക് അറിയാം. പിന്നെ എടോ പ്രശാന്ത് ശിവ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് കേട്ടിട്ട് വരാൻ പ്രശാന്ത് ശിവനല്ല ഒരു BJPയുടെ ആളുകൾ നിൽക്കില്ല. മാന്യമായിട്ട് ഇങ്ങോട്ട് പെരുമാറിയാൽ 4 മടങ്ങ് മാന്യമായിട്ട് അങ്ങോട്ട് പെരുമാറും. ഇങ്ങോട്ട് അപമര്യാദയായിട്ട് പെരുമാറിയാൽ അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചു പെരുമാറും. ഞങ്ങൾ അങ്ങനെ പേടിച്ച് പെരുമാറുമൊന്നുമില്ല. CPMന്റെ എല്ലാ കാലത്തെയും നയം ഇതാണ്. ഏത് ഇലക്ഷൻ സമയത്ത് സംഘർഷം ഉണ്ടാക്കാതിരിക്കുന്നവര് എല്ലാ ഇലക്ഷൻ സമയത്തും ചാനലുകൾ നടത്തുന്ന ഇത്തരം ചർച്ചകളിൽ ബോധപൂർവ്വം സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക. ഗുണ്ടകളെ കൊണ്ടുവന്ന് അവിടെ സംഘർഷം ഉണ്ടാക്കുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ആലത്തൂരും എല്ലാം ഉണ്ടായതെന്താ? എതിരാളികളെ കസേര എടുത്ത് അടിക്കുക, എതിരാളികളെ സംസാരിക്കാൻ അനുവദിക്കുക, മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുക, ഇതെല്ലാം നടന്നതല്ലേ? അതുകൊണ്ട് ഇങ്ങോട്ട് എങ്ങനെയാണ് ആരാ തുടങ്ങി വെച്ചത്? എടോ പ്രശാന്ത് ശിവ എന്ന് പറഞ്ഞ ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു CPMന്റെ നേതൃത്വത്തെ. നിങ്ങൾ 10 സീറ്റ് പാലക്കാട് നഗരസഭയിൽ 10 തികച്ചാൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കാം. എത്രത്തോളം താഴോട്ട് പോകുന്നു നിങ്ങൾ നോക്കി. കൃഷ്ണകുമാരട്ട, ഈ പ്രശാന്ത് ശിവൻ പങ്കെടുക്കുന്ന ചർച്ചയിൽ മാത്രമാണ് സംഘർഷം ഉണ്ടാകുന്നത്. ബാക്കി BJPയുടെ ആര് പങ്കെടുക്കുമ്പോഴോ ഇത്തരത്തിൽ ചർച്ചയിൽ സംഘർഷം ഉണ്ടാവുന്നില്ല. അതെന്താ കാരണം? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ നിങ്ങൾ ടാർഗറ്റാ പ്രശാന്ത് ശിവനെ പോലുള്ള ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ പാലക്കാട് ജില്ലയുടെ അധ്യക്ഷനായി വന്നതോടുകൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാനസിക നില തെറ്റി. കാരണം ഭാരതീയ ജനതാ പാർട്ടി ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയ തോതിൽ സ്വാധീനം ഉണ്ടാക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായി. നിങ്ങളുടെ ടാർഗറ്റാണ് പ്രശാന്ത് ശിവനെ നിങ്ങൾക്ക് തൊടാൻ ഞങ്ങൾ വിട്ടുതരില്ല. പ്രശാന്ത് ശിവനെതിരായിട്ടുള്ള നിങ്ങളുടെ സൈബർ ആക്രമണത്തെയും അല്ലാത്ത രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് നിങ്ങൾ മുതിർന്നാൽ ഞങ്ങൾ ശക്തമായിട്ട് അതിനെ പ്രതിരോധിക്കും. യാതൊരു സംശയവുമില്ല.